പെരുമ്പാവൂരിൽ 10ഉം 12ഉം വയസ്സായ സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിലായി. കുട്ടികളുടെ കളിയും ചിരിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വളരെ സന്തുഷ്ടമായ ഒരു കുടുംബം. സാമ്പത്തികപരമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണെങ്കിലും ആ രണ്ട് പെൺമക്കളുമൊത്ത് ആ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു പോന്നു. അങ്ങനെ പെരുമ്പാവൂരിലെ കുറുപ്പുംപടിയിലുള്ള ആ വീട്ടിലെ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. 2 വർഷം മുന്നേ അവരുടെ അച്ഛന് ഗുരുതരമായ രോഗം പിടിപെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളേറി. ഈ സമയത്ത് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവരെ സഹായിക്കാനും ഒരു ടാക്സി ഡ്രൈവർ വീട്ടിലെത്തുന്നു. രോഗത്തിൽ നിന്നും മുക്തി നേടാതെ അച്ഛൻ മരിക്കുമ്പോൾ ആ പെൺകുട്ടികൾക്ക് 8ഉം 10ഉം വയസ്സാണ് പ്രായം. ഇനി തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്ന ആശങ്കയിൽ നിൽക്കുന്ന ആ അമ്മയുടെ മുന്നിലേക്ക് സഹായ ഹസ്തവുമായി ആ ഡ്രൈവർ എത്തി. പതിയെ അമ്മയുമായി സൗഹൃദത്തിലായി. പിന്നീട് അയാളുടെ താമസം തന്നെ ഈ വീട്ടിലായി. അമ്മയോടുള്ള അടുപ്പത്തിന് പുറമെ ഇയാൾ ആ കുഞ്ഞുങ്ങളെ ലാളിക്കാനും മറന്നില്ല. അങ്ങനെ 2 വർഷം കടന്നുപോയി. മൂത്ത കുട്ടി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നു. അതിലെ കുട്ടിയുടെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ ഈ ഡ്രൈവർ ഇവരെ സഹായിക്കാനായി വീട്ടിലെത്തി അമ്മയുടെ സുഹൃത്തായി മാറിയ ഡ്രൈവർ ഇപ്പോൾ ഇവരുടെ രണ്ടാനച്ഛനായി മാറിയ അയാൾ പറഞ്ഞു, ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് മൂത്ത കുട്ടിയോട് പറഞ്ഞു. ഇതും പറഞ്ഞ് കുട്ടിയെ നിർബന്ധിക്കാനും തുടങ്ങി. നിവൃത്തിയില്ലാതെ ഈ കുട്ടി തന്റെ കൂട്ടുകാരിക്ക് ഒരു കുറിപ്പ് എഴുതി. ആ കുറിപ്പിൽ പറയുന്നത്, നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അച്ഛൻ നിർബന്ധിക്കുന്നു എന്നാണ്. ക്ലാസ്സിലെ മറ്റൊരു കുട്ടി ആ കുറിപ്പ് കാണുന്നു. ആ കുട്ടിയുടെ അമ്മ ആ സ്കൂളിലെ ടീച്ചറാണ്. ഈ കുറിപ്പ് ആ കുട്ടി അധ്യാപികയ്ക്ക് കൈമാറുന്നു. ആ കുറിപ്പ് വായിച്ചതോടുകൂടി ആ ടീച്ചറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. 2 വർഷത്തോളമായി ആ പൊന്നുമക്കൾ രണ്ടാനച്ഛൻ ചമഞ്ഞു നടക്കുന്ന ആ ക്രൂരന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുള്ള പീഡനങ്ങളുടെ തീവ്രതയായിരുന്നു ഓരോ വരികളിലും. ഇവനെ കണ്ടോ, ഇതാണ് ആ പിശാശ്, അയ്യമ്പുഴ സ്വദേശി ധനേഷ്. നിങ്ങളെല്ലാരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ, പെരുമ്പാവൂരിലെ കുറുപ്പുംപടിയിൽ ഉണ്ടായ സംഭവം. ഇതേപോലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു വാളയാർ. മാതാപിതാക്കളുടെ ജാഗ്രത കുറവ് മൂലം 2 കുരുന്നുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതേ സെയിം കേസ് പോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ പോലീസിന് മാതാവിന്റെ അറിവോടെയാണോ ഇത് നടന്നത് എന്ന് നല്ല രീതിയിൽ സംശയമുണ്ട്. കാരണം ഒരു വരി കത്തിൽ നിന്നും ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച ക്രൂരത ആ ടീച്ചർക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ആ 2 പിഞ്ചോമനകൾ ആ വീടിനുള്ളിൽ ഇത്ര വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് പറ്റാതെ പോയി. അതിൽ തന്നെ എന്തോ പന്തികളുണ്ടല്ലോ. ഈ പ്രതിയായ ധനേഷ് ഇപ്പൊ പറയുന്നത് മാതാവിന്റെ അറിവോടെയാണ് താൻ കുട്ടികളെ ചൂഷണം ചെയ്തിരുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രതി പറഞ്ഞത് ശരിയാണെന്നാണ്. ഈ സ്ത്രീയുടെ അറിവോട് കൂടിയിട്ടായിരിക്കും ഇങ്ങനെ നടന്നിരിക്കുന്നത്. കുട്ടികൾ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത് കൊണ്ടും അത് ആ ടീച്ചറിന്റെ കയ്യിൽ എത്തിയത് കൊണ്ടുമാണ് ഈ ഒരു സംഭവം പുറത്തു വന്നത്. 2 വർഷത്തോളമായി ആ പിഞ്ചോപനങ്ങൾ ഈ ക്രൂരന്റെ അടുത്ത് നിന്നും ഇതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയെന്ന് പറയുന്ന, അമ്മയെന്ന് ഞാൻ ആ സ്ത്രീയെ വിളിക്കുന്നില്ല, ആ പുള്ളിക്കാരത്തെയും ഇതിന് കൂട്ടുനിന്നോ എന്നുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ്. പ്രതി എന്താണെങ്കിലും അമ്മ കൂട്ടുനിന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 12ഉം 10ഉം വയസ്സും മാത്രമാണ് ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുള്ളൂ. ഇങ്ങനെയുള്ള വാർത്ത തന്നെ കേരളത്തിന് നാണക്കേടാണ്. ഇവനെ കണ്ടോ, തിന്ന് തടിച്ച് ചീർത്തിരിക്കുകയാണ്. ഇവന്റെ തീറ്റ കൂടിപ്പോയതാണ് ഇതിന് കാരണം. ഇനി ഇവനെ പിടിച്ച് ജയിലിനുള്ളിലിട്ട് എണ്ണയും തേച്ച് കുളിപ്പിച്ച് സുന്ദരനാക്കാതെ ഇങ്ങനെയുള്ള കേസുകളാണല്ലോ, കുഞ്ഞു മക്കളോടാണല്ലോ ഇങ്ങനെയുള്ള വേണ്ടാതീനങ്ങൾ ഇവന്മാര് ചെയ്യുന്നത്, ഈ ക്രൂരത ഇവന്മാര് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവനെയെങ്കിലും പെട്ടെന്ന് തന്നെ സ്പോട്ടില് വധശിക്ഷ വിധിക്കണം. അങ്ങനെയുള്ള നിയമം വരണം എന്നാണ് ഞാൻ പറയുന്നത്. എത്ര കാലം പിഞ്ചു മക്കൾക്ക് ഇതേപോലെ പേടിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയും? പ്രതികരിക്കാൻ ശേഷി കുറവുള്ളത് ഈ പിഞ്ചോമനകൾക്കാണല്ലോ. അതുകൊണ്ടാണ് ഇതേപോലെ മനസാക്ഷി ഇല്ലാത്ത ക്രൂരന്മാർ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചൂഷണത്തിന് ഇരയാക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ച ശേഷം ആ മക്കൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. 2 വർഷത്തോളമായി പീഡനം സഹിച്ചു ഒരാളോടും മിണ്ടാതെ പറയാതെ പേടിച്ചരണ്ട് കഴിയേണ്ട വരുന്ന 2 കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഈ കേസുമായിട്ട് ഇതിന്റെ തുടർ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അമ്മയെയും പ്രതി ചേർക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്.